ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ അൻവാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് പരിപ്പ് കറിയുടെ അതേ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇനി ആരും ചക്കക്കുരു വെറുതെ കളയല്ലേ, ഇതുപോലെ നല്ല കറി ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാം. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത്. ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കണം. ഇനി ഇത് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് 4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടും. ഇനി ഇത് 4 വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ചക്കക്കുരുവെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി ഉടക്കണം. ചക്കക്കുരുവിൻ്റെ കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഉടച്ചെടുക്കാം. നല്ലപോലെ ഉടച്ചെടുക്കാം. ചക്കക്കുരുവെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കഷ്ണങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടുന്ന സമയത്ത് 4 വെളുത്തുള്ളി ചതച്ചതും 1 സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും. ഇനി ഇത് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ ചക്കക്കുരു കൊണ്ട് കറി ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല. ഈ കറി പരിപ്പ് കറിയുടെ അതേ ഒരു ടേസ്റ്റാണ് കിട്ടുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യം. സവാളയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി, നല്ലപോലെ പഴുത്ത തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കണം. ഞാൻ ചക്കക്കുരുവിൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. ഇഷ്ടമുള്ളവർക്ക് കാണാം. ചക്കക്കുരുവിൻ്റെ മുറുക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറുതായി മുറിച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തക്കാളി ഉടഞ്ഞു പോണ്ട, ഒന്ന് ചെറുതായി വാടിയാൽ മതി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കൂട്ടൊഴിച്ചു കൊടുത്ത് 2 പിടി തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നൈസായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കറിയിൽ വെള്ളം ഈ പാകത്തിലാണ് വെള്ളം വേണ്ടത്, ചാറ് വേണ്ടത്. കറിക്ക് കൂടുതൽ വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് ഒന്ന് ചെറുതായി തള വരുമ്പം കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.